നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ അതിർത്തിയിൽ നിൽക്കുമ്പോൾ ലോകരാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു ആവശ്യവുമായി ഇസ്രയേൽ ഇപ്പോൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. സാധാരണ നയതന്ത്ര അഭ്യർത്ഥനയായി ഇതിനെ കാണാനാകില്ല. കാരണം IRGC എന്നത് ഇറാന്റെ സൈനിക ശക്തിയുടെ ഹൃദയമാണ്. അതിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക എന്നത് ഇറാനെതിരായ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ അതീവ സൂക്ഷ്മമായ ഒരു നയതന്ത്ര വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഇറാനുമായി മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കും വെടിനിർത്തലിനും ഇടയിലാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇന്ത്യയോട് പുതിയ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അവർ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഇന്ത്യ ടുഡേ ആണ് റിപ്പോർട്ട് ചെയ്തത്. IRGCയുടെ വളർന്നു വരുന്ന പ്രാദേശികവും അന്തർദേശീയവുമായ സാന്നിധ്യത്തെക്കുറിച്ചും പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുന്ന ഭീഷണികളെക്കുറിച്ചും ഇന്ത്യയെ ഇസ്രായേൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. IRGCക്കെതിരായ പല രാജ്യങ്ങളും ഇതിനകം നടപടി എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയും സമാനമായ നടപടികൾ ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇസ്രായേലി ഉദ്യോഗസ്ഥർ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നതാണ് വിവരം. ഈ ഇറാനിയൻ സൈനിക സംഘടനയുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനത്തെയും കുറിച്ചുള്ള വിലയിരുത്തലുകൾ വിവിധ നയതന്ത്ര തലങ്ങളിൽ ഇന്ത്യൻ അധികൃതരുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷകളിൽ ഒന്ന് IRGCക്കെതിരെയുള്ള നടപടിയാണ്. പല രാജ്യങ്ങളും ഇതിനകം ആ ദിശയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്നാണ് ചർച്ചയ്ക്കിടെ ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയത്. IRGCയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്തിയ ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളുടെ സമീപകാല നീക്കങ്ങളും ഉദ്യോഗസ്ഥർ പരാമർശിച്ചു. ഇസ്രയേലുമായും ഇറാനുമായും ഇന്ത്യ തന്ത്രപ്രധാനമായ ബന്ധം തുടരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം പ്രാധാന്യമർഹിക്കുന്നു. ഈ മാസം ആദ്യം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്ത്യ സന്ദർശിക്കുകയും ന്യൂഡൽഹിയും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം ശക്തവും ദീർഘകാലവുമായ ഒന്നാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഘടനയെക്കുറിച്ചുള്ള ആശങ്കകൾ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും ഇത് ആഗോള സുരക്ഷാ ചർച്ചയുടെ ഭാഗമായി മാറിയെന്നും അവർ വാദിച്ചു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവ ഉൾപ്പെട്ട നിലവിലെ സംഘർഷങ്ങളുമായും IRGCയെ ഇസ്രായേലി ഉദ്യോഗസ്ഥർ ബന്ധിപ്പിച്ചു. ആഗോള വിപണികളെയും മേഖലയിലെ ഊർജ്ജപാതകളെയും ബാധിച്ച ആഴ്ചകൾ നീണ്ട സൈനിക സംഘർഷത്തിന് ശേഷം പ്രദേശത്തെ ദുർബലമായ വെടിനിർത്തലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഹമാസിനെ കുറിച്ചുള്ള ആശങ്കകളും ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ അധികൃതർ അവകാശപ്പെട്ടു. ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹമാസിനെയോ IRGCയെയോ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടില്ല. IRGCയെ ദുർബലപ്പെടുത്തുക എന്നത് ഇറാനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയും പ്രധാന തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം രൂപം കൊണ്ട IRGC ഇന്ന് ഇറാന്റെ സൈനിക, രാഷ്ട്രീയ, സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ നേരത്തെ തന്നെ IRGCക്കെതിരായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങൾ കൂടുതൽ IRGCയെ ഭീകര സംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അത്ര ലളിതമല്ല. ഒരു വശത്ത് ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളികളിൽ ഒന്നാണ്. മറുവശത്ത് ഇറാൻ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും വെസ്റ്റ് ഏഷ്യ നയത്തിനും നിർണായക രാജ്യവുമാണ്. പ്രത്യേകിച്ച് ഹോർമൂസ് വഴിയാണ് ഇന്ത്യയുടെ വലിയൊരു വിഭാഗം എണ്ണ ഇറക്കുമതി നടക്കുന്നത്. ആ കടൽപാതയുടെ സുരക്ഷയ്ക്ക് IRGCക്ക് വലിയ സ്വാധീനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. IRGCക്കെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളും ഉപരോധങ്ങളും പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ തുറന്ന പക്ഷം പിടിക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിന്റെ ഈ ആവശ്യം വെറും സുരക്ഷാ ചർച്ചയല്ല, ഇന്ത്യയെ വ്യക്തമായ ഒരു ജിയോപൊളിറ്റിക്കൽ ക്യാമ്പിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമം കൂടിയാണ്. എന്നാൽ പരമ്പരാഗതമായി സ്ട്രാറ്റജിക് ഓട്ടോണമി പിന്തുടരുന്ന ഇന്ത്യ, അമേരിക്ക, ഇസ്രായേൽ അച്ചുതണ്ടിലേക്കോ ഇറാൻ, റഷ്യ, ചൈന കൂട്ടായ്മയ്ക്കെതിരായ തുറന്ന നിലപാടിലേക്കോ ഉടൻ നീങ്ങാൻ സാധ്യത കുറവാണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.